പെരിയാറിലെ മത്സ്യക്കുരുതി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹരിത ട്രൈബ്യൂണലിന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. അതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇത് ഒരു സ്വതന്ത്ര ഒരു ഏജൻസി, അത് പലരും ആകാം, അതിന് പൊല്യൂഷൻ ബോർഡിലും കൺട്രോൾ ബോർഡിലെ മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു സ്വതന്ത്ര ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവർക്ക് ഇതിനോടനുബന്ധിച്ചുള്ള സകല ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഹോട്ടൽസ് ഇതെല്ലാം പരിശോധിച്ചിട്ട് എന്തെങ്കിലും വയലേഷൻ നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. വിനീത VG കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, നേരത്തെയും ഇത്തരം റിപ്പോർട്ടുകൾ ഹരിത ട്രൈബ്യൂണലിനടക്കം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ഈ പുതിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? എന്തൊക്കെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? വേണു, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാനാണ് ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള. അദ്ദേഹം 2021-ലും സമാനമായിട്ടുള്ളൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അതിരൂക്ഷമായൊരു സാഹചര്യത്തിലേക്ക് മാറിയത് ഇത്തവണയാണ്. അപ്പോൾ 2020-ൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര അന്വേഷണം വേണമെന്നും ഒരു സ്വതന്ത്ര ഏജൻസി ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് താൻ നേരത്തെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ ഈ സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ വീണ്ടും ആ മേഖല സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലും പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം പലതരത്തിലുള്ള വാദങ്ങളാണ് ഈ സാഹചര്യത്തിൽ പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ ബണ്ട് തുറന്നതാണ് ഈ മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, മറുവിഭാഗം പറയുന്നത് ഈ വ്യവസായശാലകളിൽ നിന്നുള്ള മലിനജലമാണെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ വാദങ്ങൾ പലതായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം, ഈ കാര്യത്തിൽ ഒരു സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് ദേശീയ ഹരിത ട്രിബ്യൂണലിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുഫോസിന്റെ ചില കണ്ടെത്തലുകൾ കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ആ റിപ്പോർട്ട് പറയുന്നത്. അതായത് അമോണിയയും സൾഫേറ്റിന്റെയും ഒക്കെ സാന്നിധ്യം ഈ പെരിയാറിലെ ജലത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാകാൻ കാരണമായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കുഫോസിന്റെ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഈ പഠന റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ടാണ് രാമകൃഷ്ണപിള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വിനീത VG ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.